ഇന്ത്യയിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ വാദികൾ പ്രതികളാകുന്ന സാഹചര്യങ്ങൾ. 10-11 കൊല്ലമായി. കലാപങ്ങൾ, കൊലപാതകങ്ങൾ, പീഡനങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ഇതിനെതിരെ പ്രതികരിക്കുന്നവരെയും മറ്റു നിരപരാധികളെയുമാണല്ലോ പ്രതികളാക്കി മാറ്റുന്നത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ 2020 ഫെബ്രുവരി മാസം വടക്കുകിഴക്കൻ ഡൽഹിയിൽ നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് UAPA ചുമത്തിയാണ് ഉമർ ഖാലിദും ഷർജീൽ ഇമാമും 5 വർഷത്തിലേറെയായി തടവിൽ കഴിയുന്നത്. കലാപത്തിൽ 53 പേർ കൊല്ലപ്പെടുകയും 700-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മരണപ്പെട്ടവരിലും പരിക്കേറ്റ് ആക്രമിക്കപ്പെട്ടവരിലും കൂടുതൽ മുസ്ലിങ്ങൾ. പതിറ്റാണ്ടുകളായി തലസ്ഥാനത്ത് നടന്ന ഏറ്റവും മോശമായ വർഗീയ അക്രമങ്ങളിലൊന്നാണിത്. ഈ മാരകമായ ഏറ്റുമുട്ടലുകൾക്ക് ഗൂഢാലോചന നടത്തിയതായി പോലീസ് ആരോപിച്ചതിന്റെ പേരിൽ മാത്രമാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. 5 വർഷമായി ജയിലിൽ. ഈ കാലയളവിൽ ഒരു തവണ പോലും ഉമർ ഖാലിദിനെയും ഷർജീൽ ഇമാമിനെയും വിചാരണ പോലും നടത്തിയിട്ടില്ല. എന്നിട്ടും സുപ്രീം കോടതി ഇവർക്ക് ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ്. ഇനി 2017 നടന്ന മറ്റൊരു കേസ് പരിശോധിക്കാം. മുൻ BJP MLA കുൽദീപ് സിംഗ് സെങ്കാർ 2017 പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് 2019 കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. പിന്നീട് സെങ്കാറിന്റെ ജീവപര്യന്തം തടവ് ശിക്ഷ ഡൽഹി ഹൈക്കോടതി മരവിപ്പിക്കുകയും അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുകയും ചെയ്തു. കാരണം MLA എന്ന നിലയിൽ അദ്ദേഹം ഒരു പബ്ലിക് സർവന്റ് അല്ലെന്ന സാങ്കേതിക വാദവും 7 വർഷത്തോളം ജയിലിൽ കഴിഞ്ഞതും പരിഗണിച്ച് ശിക്ഷയിൽ ഇളവ് നൽകി. ഇങ്ങനെയാണ് നിലവിലെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പോക്ക്. കൊലപാതകത്തിനും ബലാത്സംഗത്തിനും ശിക്ഷിക്കപ്പെട്ടവർക്ക് 15ാം തവണയും പരോൾ. എന്നാൽ വിചാരണ പോലും തുടങ്ങാതെ 5 വർഷമായി ജയിലിൽ കിടക്കുമ്പോൾ സുപ്രീം കോടതി ജാമ്യം നിഷേധിക്കുന്നു. പ്രശസ്ത മാധ്യമ പ്രവർത്തകനും വാർത്താ അവതാരകനുമായ രജ്ദീപ് സർദേശായി ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ജാമ്യം നിഷേധിച്ചതിനെതിരെ പ്രതികരിച്ചത് ഇങ്ങനെയാണ്. അതെ, ബഹുമാനപ്പെട്ട കോടതി കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും മറ്റ് കുറ്റകൃത്യങ്ങളും ചെയ്തവർക്ക് പരോളും ജാമ്യവും കൊടുക്കാനും ഉമറിനും ഷർജീലിനും 1 വർഷത്തിനു ശേഷം ജാമ്യാപേക്ഷകൾ പുതുക്കാനും അനുവദിച്ച കാര്യം എടുത്തു പറയേണ്ടതാണ്.